സോ ഇതാണ് കിയ കാരൻസ് ക്ലാവിസിൻ്റെ ഇൻറ്റീരിയർ. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ മൾട്ടി സ്പോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കിയയുടെ ബാഡ്ജിങ് ഒരു സൈഡിലേക്കാണ് മാറിയിരിക്കുന്നത്. നമുക്ക് ആ സിറോസിലൊക്കെ കണ്ടിരിക്കുന്ന ആ സെയിം കൈൻഡ് ഓഫ് ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സോ എഡാസിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ തന്നെ മൾട്ടിമീഡിയ ഫംഗ്ഷൻസും പാഡിൽ ഷിഫ്റ്റ്സും വരുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റിയറിംഗിൻ്റെ ഈ കളർ ബേജിൻ്റെ ഒരു ബ്ലാക്കിൻ്റെ ഒരു എലമെൻ്റ് ആണ് ഈ ഒരു സ്റ്റിയർ കൊടുത്തിരിക്കുന്നത്. സോ ഇനി വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു ന്യൂ ജനറേഷൻ വാഹനങ്ങളെല്ലാം കാണുന്ന കൈൻഡ് ഓഫ് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ക്ലാരിറ്റി ഉള്ള ഒരു വ്യൂ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. സോ വാഹനത്തിന്റെ പൊസിഷൻ എവിടെയാണോ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആ ഒരു ലേഔട്ട് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. കൂടാതെ മറ്റ് മൾട്ടിമീഡിയ ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന്റെ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡും അതുപോലെ ഹിൽ ഡിസൈൻ കൺട്രോൾസിന്റെ ബട്ടൺസ് കാണാം. കൂടാതെ വയർലെസ് ചാർജിംഗ് പാഡും 12 വോൾട്ടിന്റെ ചാർജിംഗ് സോക്കറ്റും USB ടൈപ്പ് സിയും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് എയർ ട്രാൻസ്മിഷൻ വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ്. 7 സ്പീഡ് DCT ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ലെവൽ 2 ADAS ആണ് പുതിയ കിയ കാരൻസ് ക്ലാവിസിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കിയ കണക്റ്റും SOS ബട്ടൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു IRVM ആണ് വരുന്നത്. ഈ ഒരു ആംറസ്റ്റിലും ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി ഒരു പക്ഷേ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പെട്ടെന്ന് ചെളിയാകാനായിട്ടുള്ള ഒരു സാധ്യതയും ഈ ഒരു ആംറസ്റ്റിനുണ്ട്. സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ആംറസ്റ്റിലും അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയും കപ്പ് ഹോൾഡേഴ്സും കോയിൻ ഹോൾഡേഴ്സും തുടങ്ങിയ സ്റ്റോറേജ് ഏരിയസും നമുക്ക് ലഭിക്കുന്നുണ്ട്.